എൻ്റെ കൂടെ ആ സെയിം ഫോറിൻ ഇൻവെസ്റ്റർ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. സോ ഹീ ഹാഡ് പ്രോമിസ്ഡ് അബൌട്ട് $250,000 വർത്ത് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. അന്നേരമാണ് ഗ്ലോബൽ ഫൈനാൻഷ്യൽ ക്രൈസിസ് ഹാപ്പൻ ചെയ്യുന്നത്. ഒരു ഫോൺ കോളിൽ ഐ ലോസ്റ്റ് അബൌട്ട് 85 lakhs ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ സ്റ്റോറിയോ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ 5 ലക്ഷത്തിൽ ചില്ലുവാനും പോഡ്കാസ്റ്റ് ഷോകൾ ലഭ്യമാണ്. ഒരു 180 million എപ്പിസോഡ്സ് വർത്ത് ഓഫ് കണ്ടൻറ്റ് ഓൾറെഡി സ്റ്റോറിയോയിൽ അവൈലബിൾ ആണ്. നാനാ ദിക്കിൽ നിന്നും BBC മുതലായ വലിയ വലിയ മീഡിയ കമ്പനികൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പോഡ്കാസ്റ്റും ഇന്ത്യൻ എക്സ്പ്രസ്സും ഹിന്ദുസ്ഥാൻ ടൈംസും പ്രൊഡ്യൂസ് ചെയ്യുന്ന പോഡ്കാസ്റ്റും അപ്പുറത്തിരിക്കുന്ന ജോയി പ്രൊഡ്യൂസ് ചെയ്യുന്ന പോഡ്കാസ്റ്റും സ്റ്റോറിയോയിൽ അവൈലബിൾ ആണ്. നാം ലോകത്തെ കീഴടക്കുന്നത് 2 രീതിയിലാണ്. ഒന്ന് ബുദ്ധി കൊണ്ടും 2 കർമ്മം കൊണ്ടും. നാം വളരുന്നതും ലോകം വളരുന്നതും ബുദ്ധിയുടെയും കർമ്മത്തിൻ്റെയും ശരിയായ ആപ്ലിക്കേഷനിൽ കൂടെയാണ്. ഇവിടെ വളരെ വ്യത്യസ്തവും പുതുമയാർന്നതുമായിട്ടുള്ള പോഡ്കാസ്റ്റ് എന്ന കൺസെപ്റ്റ് സ്റ്റോറിയോ എന്ന പുതിയ സംരംഭത്തിൽ കൂടെ ലോകത്തെ കീഴടക്കാൻ ആരംഭിക്കുന്ന സംരംഭവുമായി രാഹുൽ നായർ എന്ന യുവ സംരംഭകനാണ് ടേണിംഗ് പോയിൻറ്റിൻ്റെ ഇന്നത്തെ വിശിഷ്ട അതിഥിയായി എത്തിയിരിക്കുന്നത്. ശ്രീ രാഹുൽ നായർക്ക് സ്വാഗതം. നമസ്കാരം. അങ്ങയുടെ കുട്ടിക്കാലവും വിദ്യാഭ്യാസവും കുടുംബത്തെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? ബോൺ നാസിക്കിലായിരുന്നു, ബർത്ത് മഹാരാഷ്ട്ര. ഏർലി കുട്ടിക്കാലം സ്കൂളും ഒക്കെ ബോംബെയിലും നാസിക്കിലും ഒക്കെ ആയിട്ട് ചിലവഴിച്ചു. അത് കഴിഞ്ഞ് ഫാദർ ഒരു പ്രൊഫഷണലായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ കരിയർ മൂവ് ചെയ്യുന്ന സമയത്ത് ഞങ്ങളും ഫാമിലിയായിട്ട് പലയിടത്തും പല രാജ്യങ്ങളിലും മൂവ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം കുറേ നാൾ ചൈനയിലായിരുന്നു, ഷാങ്ഹായിൽ 93 to 96 കാലഘട്ടത്തിൽ. ചൈനയിൽ കുറച്ച് നാൾ സ്കൂളിംഗ് അവിടെ നടത്തി. അത് കഴിഞ്ഞ് ചൈനീസ് ഭാഷ പഠിച്ച് എൻ്റെ പേരൻസിന് ഞാൻ ചൈനീസായി മാറുമോ എന്നുള്ളൊരു സംശയം വന്നപ്പം അവർ തിരിച്ചോർത്തു നമുക്ക് ഇവനെ തിരിച്ച് ഇന്ത്യയിലേക്ക് തന്നെ കൊണ്ടുവരണം, ഹിന്ദി മറന്നു പോവുകയാണ്. ലാംഗ്വേജ് നമ്മുടെ ഒരു പാഷനാണ്. അതെ, തീർച്ചയായിട്ടും. മാൻഡറിൻ പഠിച്ചു. ചൈനയിലായിരുന്നപ്പം ചൈനീസ് ഓപ്പറയിൽ അഭിനയിച്ചു, വിച്ച് വാസ് ബ്രോഡ്കാസ്റ്റ് ഓൺ ഷാങ്ഹായ് ടെലിവിഷൻ. ഇറ്റ് വാസ് എ വെരി ഫണ്ടാസ്റ്റിക് ടൈം. ഒരു എൻജോയബിൾ പീരീഡ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഷാങ്ഹായ് ഒരു എപ്പിസോഡ് കഴിഞ്ഞ് തിരിച്ച് ഞാൻ കോയമ്പത്തൂരെത്തി. ചിന്മയ ഇൻ്റർനാഷണൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ബോർഡിംഗ് സ്കൂളിൽ എന്നെ ചേർത്തു. അപ്പം 8th to 10th 8 to 8 and 9 years സ്റ്റാൻഡേർഡ്സ് അവിടെയായിരുന്നു, ചിന്മയിലായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും അച്ഛന് ജോലി മാറി ദുബായിലേക്ക് പോകാമെന്ന് അറിഞ്ഞപ്പം എൻ്റെ ബോർഡിംഗ് സ്കൂളിൽ ദുബായിൽ നിന്ന് ഒരു കുട്ടിയുണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരൻ എപ്പോഴും ദുബായെ പറ്റി ഭയങ്കര പൊക്കി പറയുകയും ദുബായ് ബ്യൂട്ടിഫുൾ സിറ്റിയാണ്, ഗോൾഫ് കോഴ്സസുകളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പം എനിക്കും പിടിച്ചിരിക്കാൻ പറ്റിയില്ല. അപ്പം അച്ഛനും അമ്മയും പോവുകയാണെങ്കിൽ ഞാനും കൂടെ പോകാമെന്നും പറഞ്ഞ് ഡ്രീം ഡെസ്റ്റിനേഷനായിട്ട് മാറി. അതെ, തീർച്ചയായിട്ടും. സോ അവിടുന്ന് സ്കൂളിൽ നിന്ന് ഞാൻ ചാടി, ബോർഡിംഗ് സ്കൂളിൽ നിന്ന് ഞാൻ ചാടി തിരിച്ച് മദറും ഫാദറിൻ്റെ അടുത്തെത്തി. ദുബായിൽ ഫൈനൽ ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ് അവിടെയായിരുന്നു. 10th 11th 12th and 13th ബ്രിട്ടീഷ് കരിക്കുലം ആയിരുന്നു. അത് കഴിഞ്ഞ് അവിടുന്ന് ഞാൻ UK പോയി. യൂണിവേഴ്സിറ്റി ഓഫ് ലിവർപൂളിൽ ഞാൻ എൻ്റെ ബാച്ചിലേഴ്സ് ചെയ്തു. എക്കണോമിക്സ് ആൻഡ് ഇൻ്റർനാഷണൽ ഡെവലപ്മെൻ്റ് ആയിരുന്നു എൻ്റെ ഏരിയ ഓഫ് എക്സ്പെർട്ടീസ് ആൻഡ് എഡ്യൂക്കേഷൻ. ബാച്ചിലേഴ്സ് കഴിഞ്ഞിട്ട് നേരെ ഫൈനാൻഷ്യൽ സർവീസസിലേക്ക് ഞാൻ കയറുക ചെയ്തത്. അങ്ങനെയായിരുന്നു എൻ്റെ ഏർലി ഡേയ്സ്. ഈ ഫിനാൻഷ്യൽ സർവീസസിൽ UK തന്നെയായിരുന്നു, അത് ഇന്ത്യയിലായിരുന്നു? UK ലണ്ടനിൽ തന്നെ. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ ഒരു 2004-2005 പീരീഡിൽ എല്ലാ ഗ്രാജുവേറ്റ്സിനും, അതിപ്പം റിഗാർഡ്ലെസ് ഓഫ് സബ്ജക്റ്റ്, എവ്രിബഡി വാണ്ട്സ് ടു ബി എൻ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കർ, എവ്രിബഡി വാണ്ട്സ് ടു ബി പാർട്ട് ഓഫ് ഫൈനാൻഷ്യൽ സർവീസസ്. കാരണം അതായിരുന്നു സെക്സി. അപ്പം ഞാനും എല്ലാവരും ഹേർഡ് മെൻറ്റാലിറ്റി പോലെ ഞാനും അതിൻ്റെ പുറകെ പോയി. ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കയറി. സ്റ്റോക്ക് ബ്രോക്കറായിട്ട് ആയിരുന്നു എൻ്റെ ഫസ്റ്റ് ജോലി. ആദ്യത്തെ ഒരു ജോലി എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ക്ലയൻറ്റ് മാനേജ്മെൻ്റ് ആയിരുന്നു. അതായത് ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസിന് വേണ്ടിയിട്ട് ട്രേഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു ജോലി. ദ നെക്സ്റ്റ് സ്റ്റെപ്പ് വാസ് പബ്ലിക് IPO സെല് ചെയ്യുക എന്നുള്ളതായിരുന്നു അടുത്ത ഒരു ടാസ്ക്. പക്ഷേ ഒരു 2-3 years ഫൈനാൻഷ്യൽ സർവീസസിൽ നിന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതെനിക്ക് പറ്റിയൊരു ഏരിയ അല്ല. അപ്പോൾ അങ്ങനെ ഒരു അവയർനെസ് വന്നപ്പം അപ്പം ഞാൻ എന്താ ചെയ്യുക എന്നുള്ളൊരു വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്.
ഞാൻ അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു തിങ്കിങ്ങോ പ്ലാനിങ്ങോ എനിക്കില്ലായിരുന്നു. എല്ലാവരും പോകുന്ന വഴി ഞാനും പോയി. പക്ഷേ ചെന്ന് വീണ് കഴിഞ്ഞാണ് മനസ്സിലായത്, അയ്യോ ഇതെനിക്ക് പറ്റില്ലല്ലോ, അപ്പോൾ ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്. പക്ഷേ എവിടെയോ ലിവർപൂളിലായിരുന്നപ്പോഴും യൂണിവേഴ്സിറ്റിയുടെ എൻ്റർപ്രൈസ് സൊസൈറ്റിക്ക് ഫൗണ്ടിങ് ഞാൻ ഇട്ടു. എൻ്റർപ്രൈസ് സൊസൈറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു ഞാൻ, ടു പ്രൊമോട്ട് ഓൺട്രപ്രണർഷിപ്പ് ഇൻ ദ യൂണിവേഴ്സിറ്റി. ബിസിനസ് പ്ലാൻ കോമ്പറ്റീഷൻ യൂണിവേഴ്സിറ്റി ഓഫ് ലിവർപൂളിൽ ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഞാനും എൻ്റെ ടീമുമായിരുന്നു. അപ്പം എങ്ങനെയാണ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിനിടയ്ക്ക് ഓൺട്രപ്രണർഷിപ്പ് ഒരു ഓപ്ഷനായിട്ട് എങ്ങനെയാണ് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റുക, ഓൺട്രപ്രണർഷിപ്പ് എന്താണ്, ബിസിനസ് മോഡലിംഗ് എന്താണ്, ബിസിനസ് പ്ലാനിങ് എന്താണ്, അതൊരു രസകരമായിട്ടുള്ളൊരു ബിസിനസ് പ്ലാൻ കോമ്പറ്റീഷനായിട്ട് അവിടെ ലോഞ്ച് ചെയ്യാൻ പറ്റി. ഈ ഒരു പ്രോസസ്സിന് ശേഷം അങ്ങ് യു കെയിൽ കണ്ടിന്യൂ ചെയ്യായിരുന്നു, അതേ അവിടെ നിന്ന് ലീവ് ചെയ്തോ? ഫൈനാൻഷ്യൽ സർവീസസിൽ ഞാൻ ഒരു 2007 വരെ ഞാൻ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഡ്യൂറിങ് ദിസ് പ്രോസസ് ഐ ലേഡ് ദ ഫൗണ്ടേഷൻ ഫോർ മൈ ഫസ്റ്റ് ബിസിനസ് ഐഡിയ. അപ്പം ബ്രോക്കറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം എന്തുകൊണ്ടോ എനിക്ക് ഇന്ത്യയിൽ വന്നൊരു ബിസിനസ് തുടങ്ങണമെന്ന് അതിയായ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ തുടക്കം കുറിച്ചു. ഞാൻ ബ്രോക്കറേജ് വിട്ടു. എൻ്റെ ഫോർമർ CEO എന്നെ കണക്ട് ചെയ്യിപ്പിച്ചു ഒരു ഇൻവെസ്റ്ററുമായിട്ട്. പിന്നെ ഇറ്റ് വെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻസ്. സോ സിൻസ് ദെൻ ഐ വുഡ് സേ ദാറ്റ് ഐ ഹവ് ബീൻ ഓൺ എ ജേർണി, ഓൺട്രപ്രണറിയൽ ജേർണി. അപ്പം ആദ്യത്തെ ഒരു സ്റ്റെപ്പ് വാസ്, ഞാൻ ആലോചിച്ച് തുടങ്ങിയപ്പം യു കെയിൽ പഠിച്ചു വന്നതുകൊണ്ട് എനിക്ക് ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിനെ പറ്റി ഒരു ധാരണയുണ്ടായിരുന്നു. ഒരു യു കെ ഹയർ എഡ്യൂക്കേഷൻ സെക്ടർ ഇസ് സിഗ്നിഫിക്കൻറ്റ് ഫോറക്സ് ഏണറാണ് ഫോർ യു കെ എക്കോണമി. എന്തുകൊണ്ട് ഇന്ത്യയുടെ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒരു ഫോറക്സ് ഏണർ മാറാൻ പറ്റുന്നില്ല? ഫോറിൻ കൺട്രീസിൽ നിന്ന് ഇവിടെ വന്ന് കുട്ടികൾ പഠിക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മാറണം. കരിക്കുലം മാറണം, ഇൻഫ്രാസ്ട്രക്ചർ മാറണം, ഒരുപാട്. അപ്പം കരിക്കുലം ഇതുപോലത്തെ സംഭവങ്ങളൊന്നും എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഫ്രം എൻ ഇൻഫ്രാസ്ട്രക്ചർ പോയിൻ്റ് ഓഫ് വ്യൂ വാട്ട് ക്യാൻ യു ഡു എന്നുള്ളൊരു ചോദ്യമായിരുന്നു ഞാൻ ആൻസർ ചെയ്യാൻ നോക്കിയത്. അപ്പം അതിനകത്ത് ഒരു റീസണബിളി അപ്രോച്ചബിൾ ഒരു ഐഡിയ ആയിരുന്നു സ്റ്റുഡൻറ്റ് ഹൗസിങ്, സ്റ്റുഡൻറ്റ് അക്കോമഡേഷൻ. യു കെയിൽ പഠിച്ചുകൊണ്ട് ഒരു സ്റ്റുഡൻറ്റ് അക്കോമഡേഷൻ എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഐ ഹാഡ് എ വെരി ക്ലിയർ പിക്ചർ. ഇൻഫാക്ട് സ്റ്റുഡൻറ്റ് ഹൗസിങ് ഒരു സെപ്പറേറ്റ് റിയൽ എസ്റ്റേറ്റ് അസറ്റ് ക്ലാസ് ആണ് യു കെയിൽ. എന്തുകൊണ്ട് ഇന്ത്യയിലില്ല? അപ്പോൾ ഞാൻ ഓർത്തു, എന്തുകൊണ്ട് നമുക്കൊരു സ്റ്റുഡൻറ്റ് അക്കോമഡേഷൻ പ്രോജക്റ്റ് ലോഞ്ച് ചെയ്തുകൂടാ? ദാറ്റ് വാസ് മൈ ഫസ്റ്റ് ബിഗ് ഐഡിയ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 100 സ്ലൈഡ് റിസർച്ച് ചെയ്തു അബൌട്ട് ഇന്ത്യൻ ഇക്കോണമി, ഇന്ത്യൻ എഡ്യൂക്കേഷൻ സെക്ടർ, നമ്പേഴ്സ് എല്ലാം ക്രിയേറ്റ് ഒരു വലിയൊരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കി. എന്നിട്ട് ക്വിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ CEOയെ ഞാനത് പ്രസൻറ്റ് ചെയ്യാൻ പറഞ്ഞു, ഐ വോണ്ട് ടു എക്സിക്യൂട്ട് ദിസ്. അപ്പം ഹി വാസ് നോട്ട് വെരി ഹാപ്പി ദാറ്റ് ഐ വാസ് ഗോയിങ് ടു ലീവ്, ബട്ട് he kindly introduced me to the person who was responsible for the biggest student accommodation company in the UK. യു കെയിലെ ഏറ്റവും വലിയ സ്റ്റുഡൻറ്റ് അക്കോമഡേഷൻ കമ്പനിയുടെ ഫൗണ്ടറും CEO ആയ ഒരു ഓൺട്രപ്രണറെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നു. ആൻഡ് ത്രൂ ഹിം ഐ സ്റ്റാർട്ടഡ് ഹാവിങ് ഡിസ്കഷൻസ് ഓഫ് ഹൗ ടു എക്സിക്യൂട്ട് ദിസ് ഇൻ ഇന്ത്യ. ബട്ട് ടു കട്ട് എ ലോങ് സ്റ്റോറി ഷോർട്ട്, അതെനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. കാരണം അന്ന് ഫോറിൻ ഇൻവെസ്റ്റർ വഴി സ്റ്റുഡൻറ്റ് അക്കോമഡേഷൻ പ്രോജക്റ്റ് ഇന്ത്യയിൽ ചെയ്യണമെങ്കിൽ റിയൽ എസ്റ്റേറ്റ് എപ്പോഴും ഒരു പ്രൊട്ടക്റ്റഡ് സെക്ടറാണ്. അത് നിയമപരമായ സാധ്യത ഉണ്ടായിരുന്നില്ല, ഇല്ലായിരുന്നു. അപ്പം ദ ഗവൺമെൻറ് വാസ് സെയിങ് ഫോറിൻ മണി ഇതിലേക്ക് വരുവാണെങ്കിൽ അതൊരു മെഗാ പ്രോജക്റ്റ് ആയിരിക്കണം. പക്ഷേ സ്റ്റാർട്ടപ്പ് ഒരിക്കലും ഒരു മെഗാ പ്രോജക്റ്റ് അല്ലല്ലോ തുടക്കത്തിൽ. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ വന്നപ്പം ഈ ഒരു ഇൻവെസ്റ്റർ ഡിസപ്പോയിൻറ്റഡ് ആയി. ബട്ട് ദെൻ എനിക്ക് വീണ്ടും ഒരു ലൈറ്റ് ബൾബ് മൊമെൻ്റ് ഉണ്ടായി. എന്തുകൊണ്ട് നമുക്ക് ഈ സെയിം പ്രോഡക്റ്റ് UAE ചെയ്തുകൂടാ, ദുബായിൽ ചെയ്തുകൂടാ? പക്ഷേ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടല്ല, സ്റ്റാഫ് അക്കോമഡേഷനായിട്ട്. അതായത് 5 സ്റ്റാർ ഹോട്ടൽസിലും ഹോസ്പിറ്റൽസിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള അക്കോമഡേഷൻ. ഇതൊരു 2007 പീരിയഡിലായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്ത് ദുബായിൽ റെൻറ്റ് ഇൻഫ്ലേഷൻ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. ഈ കൺസെപ്റ്റിൻ്റെ അവസാനം എന്തായിരുന്നു? ഈ കൺസെപ്റ്റിൻ്റെ അവസാനം വാസ് അഗൈൻ വി ക്രിയേറ്റഡ് എ ലോട്ട് ഓഫ് ഡിമാൻഡ് ഫോർ the project, but the investor got dissuaded yet again. കാരണം the timing was bad. ദുബായ് റിയൽ എസ്റ്റേറ്റ് ബബിൾ പൊട്ടിയ സമയമായിരുന്നു. ആ സമയത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ബിക്കെയിം എ പ്രോബ്ലം. അടുത്ത പ്രോജക്റ്റ് എന്തായിരുന്നു? കോഫി ഷോപ്പ്. അപ്പം എനിക്കിത് സിസ്റ്റത്തിൽ നിന്ന് ഇറക്കണം, ഐ വോണ്ട് ടു ക്രിയേറ്റ് സംതിങ്. അപ്പം ദുബായ് വിട്ട് നാട്ടിൽ വന്നു.
കടവന്ത്ര ചെറുപറമ്പത്ത് റോഡിൽ സംവേർ എൽസ് എന്ന് പറഞ്ഞൊരു കോഫി ഷോപ്പ് ഞാൻ തുടങ്ങി. അപ്പോൾ സംരംഭം അല്ലെങ്കിൽ ഒരു ഓണ്ടർപ്രണർ ആകണം എന്നുള്ളൊരു ഫയറിൽ നിന്ന് 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3ാമത്തെ കൺസെപ്റ്റാണ്. കറക്റ്റ്. ആൻഡ് ദ ലോങ് സ്റ്റോറി ഷോർട്ട് അഗൈൻ ദർ I could not complete, we started the project but it didn't succeed. ഒരു F&B യൂണിറ്റിന് മിനിമം 3 years എങ്കിലും വേണം ബ്രേക്ക് ഈവൻ ആവാൻ. എൻ്റെ കൂടെ ആ സെയിം ഫോറിൻ ഇൻവെസ്റ്റർ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. സോ ഹീ ഹാഡ് പ്രോമിസ്ഡ് അബൌട്ട് $250,000 വർത്ത് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. അന്നേരമാണ് ഗ്ലോബൽ ഫൈനാൻഷ്യൽ ക്രൈസിസ് ഹാപ്പൻ ചെയ്യുന്നത്. ഒരു ഫോൺ കോളിൽ ഐ ലോസ്റ്റ് അബൌട്ട് 85 lakhs ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഞാൻ എന്ത് ചെയ്യും? ഞാൻ പ്രോജക്റ്റിലേക്ക് 50% ഓൾറെഡി ഇന്നായിരുന്നു. നനഞ്ഞു. മിഡ് പോയിന്റിലാണ് ബാക്ക് ഔട്ട്. ഇൻവെസ്റ്റർ പോയി. അപ്പോൾ എനിക്കറിയാവുന്ന ഇതൊരു ഒരു ബ്ലോ ആണ്, ഇതിൽ നിന്ന് ഞാൻ റിക്കവർ ആവിയാലെന്ന് എനിക്ക് നല്ല വിശ്വാസം. ആ ഒരു ക്രൈസിസിന്, ആ ഒരു ചലഞ്ചിനെ എങ്ങനെയാണ് ഫേസ് ചെയ്തത്? നനഞ്ഞു, കുളിച്ചിറങ്ങണം. സോ ഡു വട്ടെവർ യു ക്യാൻ. അത് എൻ്റെ പ്ലാൻ താജിൽ നിന്നും ലെംറെഡിയിൽ നിന്നൊക്കെ സ്റ്റാഫിനെ എടുത്ത് വേണം ഇവിടെ ടീമായിട്ട് കൊണ്ടുവരാൻ എന്നുള്ളതായിരുന്നു പ്ലാൻ. അത് മാറ്റി. ടേക്ക് പീപ്പിൾ ഫ്രം ദ സ്ട്രീറ്റ്. ഐ ടോട്ട് ദം ഇംഗ്ലീഷ് ഡ്യൂറിങ് ഈവനിങ്. മോർണിംഗ് ഐ ടുക്ക് ഹോസ്പിറ്റാലിറ്റി ലെസൺസ്. അവർക്ക് ക്യാപ്പിച്ചിനോ അവരുടെ ലൈഫിൽ കണ്ടിട്ടില്ല. പക്ഷേ ബാംഗ്ലൂരിൽ നിന്ന് ഒരു ബറിസ്റ്റെ കൊണ്ടുവന്ന് അവരെ ക്യാപ്പിച്ചിനോ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു. ലോക്കലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ജൂനിയർ ഷെഫിനെ എടുത്ത് ചിക്കൻ അലാക്കിയവും ചിക്കൻ റോമനോവും ഉണ്ടാക്കാൻ പഠിപ്പിച്ചു. ഇറ്റ് വാസ് എ വെരി വെരി എക്സൈറ്റിംഗ് ആൻഡ് എൻ്റർപ്രൈസിങ് ആക്ടിവിറ്റി. ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത് റിഗാർഡ്ലെസ് ഓഫ് ദ ക്രൈസിസ്. ആ ഒരു പ്രോസസ്സിൻ്റെ, ആ ഒരു പ്രോജക്റ്റിൻ്റെ അവസാനം എന്തായിരുന്നു? അവസാനം ഐ ഹാഡ് ടു ക്ലോസ് ഇറ്റ് ഡൗൺ. വി ഇൻഫാക്ട് ഹാഡ് ഗ്രേറ്റ് ഫീഡ്ബാക്ക് ഫ്രം കസ്റ്റമേഴ്സ്. പക്ഷേ ആ ക്രൈസിസ് പീരീഡ് ആയതുകൊണ്ട് നോബഡി വാസ് വില്ലിംഗ് ടു ഇൻവെസ്റ്റ്, നോ ബാങ്ക്സ് വർ വില്ലിംഗ് ടു ലോൺ. ഒരു ന്യൂ കൺസെപ്റ്റാണ്. ന്യൂ കോൺസെപ്റ്റ് ആയിരുന്നു. 2008 സംവേർ എൽസ് അല്ലാണ്ട് ലേ മെറിഡിയൻ വാസ് ദി ഓൺലി പ്രോപ്പർട്ടി ഇൻ ദ ഹോൾ സ്റ്റേറ്റ് ദാറ്റ് വാസ് സെർവിങ് ഇലി കോഫി. അങ്ങ് ഇപ്പോൾ സ്റ്റോറിയോ എന്ന് പറയുന്ന ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ സ്റ്റോറിയോ എന്ന് പറയുന്ന കമ്പനി? എന്ത് ആക്ടിവിറ്റിയാണ് ചെയ്യുന്നത്? സ്റ്റോറിയോ ഒരു പോഡ്കാസ്റ്റ് സംരംഭമാണ്. പോഡ്കാസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ നോൺ മ്യൂസിക് ഓഡിയോ ഓൺ ഡിമാൻഡ് ആണ് പോഡ്കാസ്റ്റ്. പോഡ്കാസ്റ്റ് റേഡിയോയിൽ നിന്ന് ഉണ്ടായി വന്നൊരു മാധ്യമമാണ്. റേഡിയോയും പോഡ്കാസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ റേഡിയോ ലൈവ് ബ്രോഡ്കാസ്റ്റാണ്, അതിന് സ്റ്റേഷനുണ്ട്, ഫ്രീക്വൻസി ഉണ്ട്, എക്സെട്ര എക്സെട്ര. പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രീ റെക്കോർഡഡ് കണ്ടൻറ്റ് ഇൻ്റർനെറ്റിൽ നിന്ന് നമുക്ക് എപ്പോൾ വേണേലും ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ സമയമനുസരിച്ച് കൺസ്യൂം ചെയ്യാവുന്ന ഒരു കണ്ടൻറ്റിനാണ് പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റോറിയോ ഫണ്ടമെൻ്റലി ഒരു പോഡ്കാസ്റ്റ് ആപ്ലിക്കേഷനാണ്. അപ്പോൾ സ്റ്റോറിയോ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ 5 ലക്ഷത്തിൽ ചില്ലുവാനും പോഡ്കാസ്റ്റ് ഷോകൾ ലഭ്യമാണ്. ഒരു 180 മില്യൺ എപ്പിസോഡ്സ് വർത്ത് ഓഫ് കണ്ടൻറ്റ് ഓൾറെഡി സ്റ്റോറിയോയിൽ അവൈലബിൾ ആണ്. നാനാ ദിക്കിൽ നിന്നും BBC മുതലായ വലിയ വലിയ മീഡിയ കമ്പനികൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പോഡ്കാസ്റ്റും ഇന്ത്യൻ എക്സ്പ്രസ്സും ഹിന്ദുസ്ഥാൻ ടൈംസും പ്രൊഡ്യൂസ് ചെയ്യുന്ന പോഡ്കാസ്റ്റും അപ്പുറത്തിരിക്കുന്ന ജോയി പ്രൊഡ്യൂസ് ചെയ്യുന്ന പോഡ്കാസ്റ്റും സ്റ്റോറിയോയിൽ അവൈലബിൾ ആണ്. അപ്പം ഒരു നോൺ മ്യൂസിക് ഓഡിയോ കണ്ടൻറ്റ് ഡിസ്കവർ ചെയ്യാനും കൺസ്യൂം ചെയ്യാനും ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് സ്റ്റോറിയോ. ഇപ്പോൾ ഇന്ന് നിലവിൽ നമ്മുടെ കൺസ്യൂമർ ഐറ്റം ആയിക്കോട്ടെ, സർവീസ് ഐറ്റം ആയിക്കോട്ടെ, ഇപ്പോൾ ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് പോലുള്ള ചില പ്ലാറ്റ്ഫോമുകൾ കൂടെ ഇന്ന് ഒരു ഗ്ലോബൽ റേഡിയസിൽ വലിയൊരു വാണിജ്യ സംസ്കാരം വളർന്നു വന്നിരിക്കുന്നു. പക്ഷേ ഈ പോഡ്കാസ്റ്റ് എന്ന് പറയുന്നതിന് ഇപ്പോൾ അങ്ങനെ ഒരു ക്രിയേഷൻ നടത്തുന്നതിനും അതൊരു ബൈ ചെയ്യുന്നതിനും സെല്ല് ചെയ്യുന്നതിനും ഇപ്പം നിലവിലൊരു പ്ലാറ്റ്ഫോം ഉണ്ടോ? ഇല്ല. അതിന് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റോറിയോ എന്ന് പറഞ്ഞ കമ്പനി ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ രാഹുലിൻ്റെ ഫോക്കസിങ് എന്ന് പറയുന്നത് പോഡ്കാസ്റ്റിനെ ക്രിയേറ്റ് ചെയ്യുക, സെല്ല് ചെയ്യുക, ബൈ ചെയ്യുക, അതിനുള്ള ഒരു പ്ലാറ്റ്ഫോം ക്രിയേഷനാണ് അങ്ങ് ഫോക്കസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഒരു ഇൻഫ്രാസ്ട്രക്ചറാണ്. അതിൻ്റെ ഒരു മെറിറ്റ്, അതിൻ്റെ ഒരു സാധ്യത എന്താണ്? സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ റൺ ചെയ്യുന്ന ഒരു പവർ ചെയ്യുന്ന ഒരു ഫ്യൂലാണ് കണ്ടൻറ്റ്. കണ്ടൻറ്റ് ഇല്ലാണ്ട് നമുക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. റൈറ്റ്? നോളജ്, എഡ്യൂക്കേഷൻ, അതിപ്പം പേഴ്സണൽ ഡെവലപ്മെൻ്റ് ആണെങ്കിലും ബിസിനസ് ഡെവലപ്മെൻ്റ് ആണെങ്കിലും കണ്ടൻറ്റ് ഇല്ലാണ്ട് നമുക്ക് സക്സീഡ് ചെയ്യാൻ പറ്റില്ല. ആ കണ്ടൻറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു ന്യൂ ജെൻ വേർഷനാണ് പോഡ്കാസ്റ്റ്. അപ്പം എന്ത് ടൈപ്പ് കണ്ടൻറ്റ് വേണമെങ്കിലും പോഡ്കാസ്റ്റ് വഴി നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുന്നതാണ്, എസ്പെഷ്യലി ഇൻ റീജിയണൽ ലാംഗ്വേജസ്. കാരണം ഭൂരിഭാഗ കണ്ടൻറ്റും അതിപ്പോൾ പ്രിൻറ്റിലാണേലും വീഡിയോയിലാണേലും ഇപ്പം പോഡ്കാസ്റ്റിലാണെങ്കിൽ പോലും ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് ബൈ ആൻഡ് ലാർജ് അവൈലബിൾ ആവുന്നത്.
അപ്പം അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യ പോലെയുള്ള രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ ഡിസഡ്വാൻറ്റേജ്. കാരണം അറൗണ്ട് 125 million people speak English. ബട്ട് യു ആർ ലുക്കിംഗ് ഫോർ എ മൾട്ടി ലാംഗ്വേജസ്. ആബ്സല്യൂട്ട്ലി. അപ്പോൾ ദാറ്റ് മീൻസ് ഒരു ഗ്ലോബൽ പെർസെപ്റ്റീവിൽ ടോപ്പ് ടു ബോട്ടം വരെയുള്ള ഒരു പോപ്പുലേഷനെ ഫോക്കസ് ചെയ്തിട്ട് ഈ ഒരു നോളജ് ഷെയറിങ് എല്ലാവരിലേക്കും റീച്ച് ചെയ്യുക എന്നുള്ള ഒരു സ്വപ്നമാണോ ഉള്ളത്? അതെ, തീർച്ചയായിട്ടും. ഇൻഫാക്ട് ഐ ക്യാൻ സ്റ്റേറ്റ് ഇറ്റ് ദാറ്റ് ടു എക്സ്പാൻഡ് ദ നോബൽ യൂണിവേഴ്സ് ഫോർ റീജിയണൽ ലാംഗ്വേജ് സ്പീക്കേഴ്സ്. അതായത് റീജിയണൽ ലാംഗ്വേജ് സ്പീക്കേഴ്സ് ഒരിക്കലും ഒരു ഡിസഡ്വാൻറ്റേജിലാവാൻ പാടില്ല. അവർക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല എന്നുള്ള ഒരു സംഭവം ഒരു ഡിസബിലിറ്റി ആയിട്ട് നമുക്കൊരിക്കലും കാണാനും പാടില്ല. ഇൻഫാക്ട് ദ നെക്സ്റ്റ് 500 million people who are going to come online ഇന്ത്യയിൽ are going to demand content in their mother tongue. അതിന് വേണ്ടിയിട്ട് അവർ ഇംഗ്ലീഷ് പഠിക്കണം എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും പ്രാക്ടിക്കൽ ആവുന്ന ഒരു കാര്യമല്ല. അപ്പം റീജിയണൽ ലാംഗ്വേജ് കണ്ടൻറ്റിനാണ് ഡിമാൻഡ് എക്സ്പ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം ആ റീജിയണൽ ലാംഗ്വേജസിൽ എന്തുകൊണ്ട് കണ്ടൻറ് ഇല്ല? ആ കണ്ടൻറ് ആര് ക്രിയേറ്റ് ചെയ്യും? ഇപ്പോൾ സ്റ്റോറിയോ മാത്രം ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഓൾസോ എൻ ഇമ്പോസിബിൾ ടാസ്ക്. ഒരു 900 million പീപ്പിളിന് 22 ലാംഗ്വേജസിൽ കണ്ടൻറ്റ് എല്ലാ സബ്ജക്റ്റിലും ക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ റിഗാർഡ്ലെസ് ഓഫ് ഹൗ മച്ച് ഫണ്ടിങ് ഐ മേ ഹാവ്. അപ്പം കണ്ടൻറ് ക്രിയേഷൻ ഓക്കെ, സ്റ്റോറിയോ അതിൻ്റെ ഒരു സ്മോൾ പാർട്ടാണ്. പോഡ്കാസ്റ്റിങ്ങിന് ഒരു സെഗ്രിഗേറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ദാറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. സോ ഈ കോമേഴ്സ് അറൗണ്ട് കോണ്ടൻറ്റിലേക്ക് കോണ്ടൻറ്റ് എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവരാൻ വേണ്ടി എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വി ഹാവ് ലോഞ്ച് സംതിങ് കോൾഡ് ദി സ്റ്റോറിയോ മാർക്കറ്റ് പ്ലേസ്. ആ മാർക്കറ്റ് പ്ലേസിൽ ഇപ്പം തൽക്കാലം സ്റ്റോറിയോ ഈസ് ദി ഓൺലി കോണ്ടൻറ്റ് പ്രൊവൈഡർ. ആർ എയിം ഈസ് ടു ഓപ്പൺ ദാറ്റ് മാർക്കറ്റ് പ്ലേസ് ടു ഓൾ ഇൻഡിപെൻഡൻറ്റ് കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് ഇൻഡിപെൻഡൻ്റ്ലി. അപ്പം മാർക്കറ്റ് പ്ലേസ് തുടങ്ങാനുള്ള ഒരു പ്ലാൻ വന്നപ്പം എന്തായാലും ഒരു മാർക്കറ്റ് പ്ലേസ് ഇടുമ്പം അതിനകത്ത് ആരെങ്കിലും സെല് ചെയ്യാൻ വരണം. അപ്പം പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞ മീഡിയം ഇപ്പോഴും നേസൻ്റ് ആയതുകൊണ്ട് ആവശ്യത്തിന് കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ഇല്ലാത്തതുകൊണ്ട് വി ടുക്ക് ദ ഡിസിഷൻ ദാറ്റ് വി ആർ ഗോയിൻ ടു ലീഡ് ബൈ എക്സാമ്പിൾ. ഞാൻ ജമ്പ് ചെയ്ത് ഞാൻ തന്നെ കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യും. ലെറ്റ് മീ ഷോ ടു അതർ കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ദാറ്റ് യു ക്യാൻ ബിൽഡ് എ ബിസിനസ് ത്രൂ പോഡ്കാസ്റ്റ് ക്രിയേഷൻ ആൻഡ് മോണിറ്റൈസേഷൻ. പക്ഷേ ആ ഡിസിഷൻ എടുത്തപ്പം എൻ്റെ മുമ്പിലൊരു ചോദ്യം, എന്ത് പോഡ്കാസ്റ്റ് കോണ്ടൻറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യണം? ഞാൻ ഇംഗ്ലീഷിൽ ക്രിയേറ്റ് ചെയ്യണോ, അതെയോ ഹിന്ദിയിൽ വേണോ, അതെയോ മലയാളത്തിൽ വേണോ, തമിഴിൽ വേണോ, ബംഗാളി വേണോ? I took the decision that we should focus on regional languages. അതിനകത്ത് let us focus on മലയാളം because we are Malayalis, we are based in Kerala. എന്തുകൊണ്ട് മലയാളത്തിൽ തന്നെ നമുക്ക് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്തുകൂടാ? അങ്ങനെ ആണ് സ്റ്റോറിയോ സ്റ്റുഡിയോസ് തുടക്കം ഇട്ടത്. സോ സ്റ്റോറിയോ എന്ന് പറഞ്ഞ ഒരു ടെക് കമ്പനിയാണ്. അതിൻ്റെ ടെക് ഡെവലപ്മെൻറ്റ് ഒരു പാർട്ടാണ്. അതിൻ്റെ കൂടെ തന്നെ മാർക്കറ്റ് പ്ലേസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടൻറ്റിൻ്റെ ആവശ്യം വന്നപ്പം സ്റ്റോറിയോ സ്റ്റുഡിയോസ് ക്രിയേറ്റ് ചെയ്തു. വി ഹാവ് എൻ ഇൻ-ഹൗസ് റെക്കോർഡിംഗ് സ്റ്റുഡിയോ. വി ഹാവ് എ കോണ്ടൻറ്റ് പ്രൊഡക്ഷൻ ടീം ഫോക്കസ്ഡ് ഓൺ ക്രിയേറ്റിംഗ് വെരി ഹൈ ക്വാളിറ്റി മലയാളം കണ്ടൻറ്റ് ഇപ്പം തൽക്കാലം. ബട്ട് our aim is to actually create content in all languages. സോ താമസിക്കാണ്ട് ഞങ്ങൾ സ്കെയിൽ ചെയ്യും തോറും സ്റ്റോറിയോ സ്റ്റുഡിയോസ് വേറെ പല ലാംഗ്വേജസിൽ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യും. പക്ഷേ എക്സൈറ്റ്മെൻറ്റ് അവിടെയല്ല. എക്സൈറ്റ്മെൻറ്റ് ഈസ് മാർക്കറ്റ് പ്ലേസ് ഓപ്പൺ ചെയ്തിട്ട് സെറിനും ബാക്കി എല്ലാവർക്കും whoever wants to create content should be able to create content and sell independently. അപ്പം my content will compete with yours. I have no problem with that. ഇപ്പോൾ അങ്ങ് നേരത്തെ പറഞ്ഞു ഈ ക്രിയേറ്റിവിറ്റി ചെയ്യുന്നതിനും ക്രിയേഷൻ ചെയ്യുന്നതിനും ബൈയിങ് ചെയ്യുന്നതിനും സെല്ലിങ് ചെയ്യുന്നതിനുള്ള പ്ലാറ്റ്ഫോം ക്രിയേഷൻ ആണ് ഫോക്കസ് ചെയ്യുന്നത്. അതെ. അതിൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു ഡെവലപ്മെൻറ്റ് ഏത് സ്റ്റേജിലാണ്? റൈറ്റ് നൗ വി ആർ ഏബിൾ ടു സെൽ കണ്ടൻറ്റ്. സ്റ്റോറിയോ ഈസ് ഏബിൾ ടു സെൽ കണ്ടൻറ്റ്. അപ്പം മാർക്കറ്റ് പ്ലേസിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ റൂഡിമെൻ്ററി ലെവലിൽ ഫൗണ്ടേഷൻസ് ഞങ്ങൾ ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. ഇപ്പോഴും ബാക്ക് എൻഡ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ദാറ്റ് വി ക്യാൻ ഓപ്പൺ ഇറ്റ് അപ്പ് ടു ദ തേർഡ് പാർട്ടി കോണ്ടൻറ്റ് ക്രിയേറ്റർ. അപ്പോൾ അതിനുള്ള വർക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ദി ഇമ്പോർട്ടൻസ് ഓഫ് ഇൻറ്ററാക്ടിവിറ്റി, ഇമ്പോർട്ടൻസ് ഓഫ് കണക്റ്റഡ് യൂസർ എക്സ്പീരിയൻസ്. അപ്പം പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയി സ്റ്റോറിയോയ്ക്ക് സെർച്ച് ചെയ്താൽ അതിൻ്റെ ടൈറ്റിലിൽ കാണാം സോഷ്യൽ പോഡ്കാസ്റ്റ് ആപ്പ് എന്നാണ് സ്റ്റോറിയോയെ വിശേഷിപ്പിക്കുന്നത്. വാട്ട് ഡു യു മീൻ ബൈ ദിസ് സോഷ്യൽ പോഡ്കാസ്റ്റ് ആപ്പ്? ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു പോഡ്കാസ്റ്റ് ആപ്ലിക്കേഷൻ എടുത്ത് നോക്കിയാൽ ഒരു ബ്ലാക്ക് ബോക്സ് എക്സ്പീരിയൻസ് ആണ്. അതായത് സാറിനും എനിക്കും ഒരേ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാം, ഗൂഗിൾ പോഡ്കാസ്റ്റ് ഫോർ എക്സാമ്പിൾ. പക്ഷേ വി ആർ ഓൺ ദ സെയിം ആപ്ലിക്കേഷൻ ബട്ട് വി ആർ ഡിസ്കണക്റ്റഡ്. അപ്പോൾ ഞാൻ എന്താണ് കേൾക്കുന്നതും
ലൈക്ക് ചെയ്യുന്നതും സാർ എന്താണ് കേൾക്കുന്നതും ഷെയർ ചെയ്യുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്ഷനും ഇല്ല, ഒരു കളക്റ്റീവ് ഷെയറിംഗ് ഇല്ല. അപ്പം അങ്ങനെ വരുമ്പം വൈ, അതും ഈ ഡേ ആൻഡ് ഏജ് 21st century, വൈ ആർ യു കൺസ്യൂമിങ് കോണ്ടന്റ് ലൈക്ക് എൻ ഐലൻഡ്? ദാറ്റ് മീൻസ് ഒരു വലിയൊരു എററാണ് അത്. അതെ, വലിയൊരു ബിഗ് ഗ്യാപ്പാണത്. അപ്പോൾ അതും കൂടെ നികത്തണം. സോ വി വോണ്ട് ടു ബ്രിങ് ആൻഡ് ഡെവലപ്പ് കമ്മ്യൂണിറ്റീസ് അറൗണ്ട് കണ്ടൻറ്റ്. അപ്പം അതിൻ്റെയും ഫൗണ്ടേഷൻ ഞങ്ങൾ ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. അപ്പോൾ സ്റ്റോറിയോയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സാറിനെ ഫോളോ ചെയ്യാൻ പറ്റും, സാറിന് എന്നെ ഫോളോ ചെയ്യാൻ പറ്റും. വരുന്ന ഒരു 10 വർഷത്തിനുള്ളിൽ ഈ സ്റ്റോറിയോ കമ്പനിയെ എങ്ങനെ പ്ലേസ് ചെയ്യാനാണ് അങ്ങ് ഉദ്ദേശിക്കുന്നത്? In the next 10 years, I am confident that Storio will grow to become the Alibaba of digital media. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയാണ്. ആ ഇൻഫ്രാസ്ട്രക്ചറിൽ ഒരു ഇക്കോണമി ബിൽഡ് ആവണം, ഒരു ഡിജിറ്റൽ ഇക്കോണമി, ഒരു ഡിജിറ്റൽ മീഡിയ ഇക്കോണമി ബിൽഡ് ആവണം. അപ്പോൾ ഡിജിറ്റൽ മീഡിയ ക്രിയേഷൻ, കോ ക്രിയേഷൻ, കൺസംഷൻ, the entire commerce and commercial activity should happen on a platform like Storio. ഇപ്പം ഞങ്ങൾ പോഡ്കാസ്റ്റിങ്ങും ഓഡിയോയിലുമാണ് ഫോക്കസ് ചെയ്യുന്നത്. ബട്ട് ബൈ നോ സ്ട്രെച്ച് ഓഫ് ദി ഇമാജിനേഷൻ ആർ വി ലിമിറ്റഡ് ടു പോഡ്കാസ്റ്റിംഗ്. വി വിൽ ഡീൽ വിത്ത് ടെക്സ്റ്റ്, വീഡിയോ, AR, VR, എവറിത്തിങ് അണ്ടർ ദ ഡിജിറ്റൽ അംബ്രല. അതിൻ്റെ ഒരു ഇക്കോണമി തന്നെ ആയിരിക്കും സ്റ്റോറിയോ. ഇന്ന് ഇവിടെ ഈ ചർച്ചയിൽ ആമസോൺ പോലെ, ഫ്ലിപ്കാർട്ട് പോലെ ഏതൊരു കൺസ്യൂമർ ഐറ്റവും ഏതൊരു സർവീസ് ഐറ്റവും ക്രിയേറ്റ് ചെയ്യാം, ബൈ ചെയ്യാം, സെല്ല് ചെയ്യാം എന്നുള്ള സമാനമായ ഒരു പുതിയ പ്ലാറ്റ്ഫോം പോഡ്കാസ്റ്റിലൂടെ ആരംഭം കുറിച്ചിരിക്കുകയാണ് നമ്മുടെ ശ്രീ രാഹുൽ നായർ. ഇത് ഒരു ഗ്ലോബൽ പെർസെപ്റ്റീവിൽ വളർന്ന് വലുതായി ലോകത്തിന് ഏറ്റവും ഹൈ എൻഡ് ക്വാളിറ്റിയുള്ള ഒരു സേവനം പോഡ്കാസ്റ്റിൽ കൂടെ രാഹുൽ നായർക്കും ടീമിനും സ്റ്റോറിയോയിൽ കൂടെ കൊടുക്കാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു.